അങ്ങനെ ബൈലോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. കൊളാട്രലോട് കൂടിയും കൊളാട്രൽ ഇല്ലാതെയും ഒക്കെ കൊടുക്കാം. സഹോദര സ്ഥാപനമല്ല. അങ്ങനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. എൻ്റെ ബ്രദറിൻ്റെ സ്ഥാപനമാണത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നടത്തുന്നു, ഞാൻ എൻ്റെ സ്ഥാപനം നടത്തുന്നു. ഞങ്ങൾ തമ്മിൽ ബിസിനസ് പരമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന ധാരണകളുമില്ല, ഒരു ബന്ധങ്ങളുമില്ല. എനിക്കറിയത്തില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലല്ലോ. അത് എൻ്റെ ബ്രദറിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ഇനി എൻ്റെ വേറെ എവിടെയെങ്കിലും അടുത്താണോ എന്ന് എൻ്റെ ആവശ്യം എൻ്റെ അടുത്തില്ല. എൻ്റെ സ്ഥാപനങ്ങളിലില്ല. എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെന്തിനാണെന്ന് നമ്മളെ കേരള ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ് മിഷനറിയെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നേ. ഇവ SITക്ക് അറിയത്തില്ലേ ഈ കാശ് എവിടെയാണെന്നുള്ളത്? അവർ തന്തയിൽ നിന്ന് രേഖകൾ എടുക്കാതെയാണോ ഇരിക്കുന്നത്? നമ്മളെന്തിനാ ഈ ഊഹങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാ? SITക്ക്, അതായത് ശബരിമല വിഷയം അന്വേഷിക്കുന്ന SITക്ക് തന്ത്രിയുടെ ഈ 2.5 കോടി രൂപ തിരുവല്ലയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണോ അതോ ഇനി അത് നെടുമ്പറമ്പിലാണോ ഇനി വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത് നമ്മുടെ SITക്ക് കൃത്യമായിട്ട് അറിയാതിരിക്കുമോ? ചിന്തിക്കാമല്ലോ. ഇനി എൻ്റെ അടുത്തായിരുന്നു എങ്കിൽ, മറുവശം ചിന്തിക്കുക, എൻ്റെ അടുത്തായിരുന്നു എങ്കിൽ ഈ ശബരിമല കൊള്ള അന്വേഷിക്കുന്ന SIT ഇതിനോടകം എന്നെ വിളിക്കാതിരിക്കുമോ, ചോദ്യം ചെയ്യാതിരിക്കുമായിരുന്നോ? ഇല്ല, ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഇല്ല. ഇനിയിപ്പോൾ പുതിയ കമ്പനിയാണ്, എൻ്റെ കമ്പനി പുതിയ കമ്പനിയെ ഏറ്റെടുത്തു, അവർ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. എൻ്റെ കംപ്ലീറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അവരുടെയാണ്. ഇനിയിപ്പോൾ അവർ ഒരു രൂപ കിട്ടാനുള്ളത് അവർ മേടിച്ചോളും. അതവർ നിയമപരമായിട്ടും നല്ല ബന്ധത്തിലൊക്കെ അവരത് മേടിച്ചുകൊള്ളും. കാരണം എനിക്ക് കിട്ടാനുള്ള പണം ആരുടെയൊക്കെ എനിക്ക് തരാനുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവർ മേടിച്ചോളും. എൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാക്കളുമില്ല. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉന്നം എനിക്ക് മനസ്സിലായി. ആരും വിഷമിക്കേണ്ട. KM മാണിയുടെയോ ജോസ് കെ മാണിയുടെ കാശ് എൻ്റെ കയ്യിലില്ല. ആരും വിഷമിക്കേണ്ട. ഞാനും അവരും തമ്മിൽ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ബന്ധമുണ്ട്. മാണി സാറും ഞാനുമായിട്ട് അത്ര തിക്ക് റിലേഷനായിരുന്നു. പക്ഷേ അതൊന്നും സാമ്പത്തികമല്ല. നിങ്ങൾ അന്വേഷിച്ചോ? എനിക്ക് തോന്നാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാൻ ഏതായാലും നിങ്ങളുടെ മുമ്പിൽ വന്നല്ലോ. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ചാനലുകളില്ലേ? നിങ്ങൾ അന്വേഷിച്ചോ? ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധമാണ്. ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. രാജു എബ്രഹാമും ഞാനും നല്ല സ്നേഹബന്ധമാണ്. അതുപോലെ തന്നെ ഇനി എല്ലാ പേരുകളൊന്നും പറയണ്ടല്ലോ. എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ബിസിനസ്സിനകത്ത് ഈ വിഷയം ഉണ്ടായതിന് ശേഷം ഇവർ ഒരാളെ പോലും ഇൻക്ലൂഡിങ് ജോസ് കെ മാണി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അത് നല്ല ആർജവത്തോടുകൂടി എനിക്ക് പറയാനായിട്ട് പറ്റും. ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ്റെയും ഒരു രൂപ എൻ്റെ അടുത്തില്ല. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? അതെ, ഞാൻ അതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. ആൻ്റണിയുടെ കാശ് കിട്ടാത്തതിനെ സംബന്ധിച്ച് എന്താണ് അടുത്ത നടപടി എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇതെല്ലാം ക്രൈംബ്രാഞ്ചിലും മറ്റ് EDയിലും എല്ലാവരുടെയും കയ്യിലുള്ള വിഷയമാണ്. 1. 2, എൻ്റെ സ്ഥാപനം പുതിയ ഊർജ്ജദാനി ഗ്രൂപ്പ് അവർക്ക് ആ സ്ഥാപനം അവരുമായിട്ടുള്ള ധാരണയിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ സ്ഥാപനത്തിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും അത് മുഴുവനും അവരാണ് ഇനി ടേക്ക് കെയർ ചെയ്യുന്നത്. അവർ ആൻ്റണി അല്ല,
അതിൻ്റെ മേളിലുള്ള ആളായാലും താഴെയുള്ള ആളായാലും അവരുടെ കയ്യിൽ നിന്ന് കാശ് അവർ മേടിക്കും.